ഏതാണ്ട് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ അവസാനം ചെയ്ത വീഡിയോയിൽ, അതായത് 100ാമത്തെ ഖുർആൻ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഒരു ഇടവേളയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് ചില കുടുംബപരമായ എൻഗേജ്മെൻറ്റ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഒരു ഇടവേള ഉണ്ടാകുമെന്ന് അതിൽ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഒരു 2 ആഴ്ചയോളം നീണ്ട യാത്രയിലായിരുന്നു. ആദ്യം വിദേശയാത്രയല്ല, സ്വദേശയാത്ര തന്നെ. ഇന്ത്യയിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഏതാനും സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. മലപ്പുറത്ത് നിന്നുള്ള ഒരു സഞ്ചാരി സംഘമുണ്ട്. ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വളരെ പണ്ട് മുതലേ യാത്ര പോകുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് സഞ്ചാരി. ഈ കൂട്ടായ്മയിലുള്ള ഒരു 10-40 പേര് ചേർന്നാണ് ഞങ്ങൾ ഈ യാത്ര പോയത്. അവിടെ മണിപ്പൂരിലൊക്കെ വലിയ കലാപവും മറ്റു കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പോകാൻ കഴിഞ്ഞില്ല. ആസാം, മേഘാലയ, അരുണാചൽ എന്നീ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്തത്. ആ യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. ഈ യാത്രയുടെ മുഴുവൻ അനുഭവങ്ങളും പങ്കുവയ്ക്കാനല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, മറിച്ച് ഈ യാത്രയിൽ സവിശേഷമായ ഒരു കാഴ്ച അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആസാമിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോകുന്ന യാത്രക്കിടെ ഈ 2 സംസ്ഥാനങ്ങളുടെയും അതിർത്തിയോട് ചേർന്ന് ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ ഞങ്ങൾ 2 മണിക്കൂറോളം ഞങ്ങളുടെ വാഹനം നിർത്തിയിട്ടു. വാഹനത്തിന് ചില കേടുപാടുകൾ വന്നുകൊണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിട്ടത്. ആ ഒരു പട്ടണത്തിൽ ഞങ്ങൾ ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നടക്കുക. ആദ്യം അവിടെ ഒരു ചന്ത കണ്ടു. ഈ ചന്ത കണ്ടപ്പോൾ എനിക്ക് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ മഞ്ചേരി, മലപ്പുറമൊക്കെ നടന്നിരുന്ന ആഴ്ച ചന്തയാണ് ഓർമ്മ വന്നത്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു ചന്ത നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഒരു ജീവിത നിലവാരവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു 30-40 അല്ലെങ്കിൽ 50 വർഷം മുമ്പത്തെ നമ്മുടെ ഒരു അവസ്ഥയിൽ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ, ആ പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ എന്നാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ആ ചന്തയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നതിനിടയിലാണ് അവിടെ ഒരു സ്കൂള് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂള് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് കാണാൻ താല്പര്യം തോന്നുക അധ്യാപകർക്കാണ്. അപ്പം ഞങ്ങളുടെ സംഘത്തിൽ ഒരുപാട് അധ്യാപകരുണ്ട്. റിട്ടയർ ചെയ്ത എന്നെ പോലെയുള്ള അധ്യാപകരുമുണ്ട്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ സ്കൂൾ കണ്ടപ്പോൾ നമുക്ക് സ്കൂളൊന്ന് പോയി സന്ദർശിക്കാം എന്നൊരഭിപ്രായം തോന്നുകയും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്ന് അവിടുത്തെ അധ്യാപകരെ കണ്ട്, ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികളാണ്, ഞങ്ങൾ പലരും അധ്യാപകരാണ്, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളൊന്ന് കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്കൂളിലേക്ക് സ്വീകരിക്കുകയും അവിടെയുള്ള അധ്യാപകർ ആ സ്കൂളിനെ കുറിച്ച് നമുക്കറിയേണ്ട വിവരങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത് അവസാനം നമ്മൾ ക്ലാസ്സിലൊക്കെ കയറി കുട്ടികളുമായിട്ടൊക്കെ സംവദിക്കുകയും കുട്ടികളുടെ കൂടെ കുറേ സമയം ചെലവഴിക്കുകയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപികമാരൊക്കെ ആ കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കുകയും അവരോട് കൂടെ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഞങ്ങൾ കുറേ സമയം ഒഴുകിയിരിക്കുകയും അവസാനം കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത്, ചോക്ലേറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് പോരുകയും ചെയ്തു. ഈ ഒരു സ്കൂളിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചകൾ പ്രത്യേകിച്ച് വിശദീകരണങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു നറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കാഴ്ചകൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മളോട് സംവദിക്കും. നോക്കൂ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 10-40 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ്, ഞാനൊക്കെ ഒരു അധ്യാപകനായിട്ട് സർവീസിൽ വരുന്ന ഒരു കാലത്ത് നമ്മുടെ സർക്കാർ സ്കൂളുകളും നമ്മുടെ എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഏകദേശം ഇതേ അവസ്ഥയിലൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലൊക്കെയുള്ള വിദ്യാലയങ്ങളുമായി ആ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ഒരു വിദ്യാലയത്തിൽ ഞങ്ങളവിടെ കണ്ടത്. ഇതൊരു സർക്കാർ വിദ്യാലയമാണ്, പൊതുവിദ്യാലയമാണ്.
അതിന് തൊട്ട് തന്നെ ആ പട്ടണത്തിൽ വേറെ ഉയർന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന പബ്ലിക് സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികളെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഇത് സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ്, സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാലയമാണ്. പഞ്ചായത്താണ് സ്കൂൾ നടത്തുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളുടെ കീഴിലാണ് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതും പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. അവിടെ അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ഞങ്ങൾ അവരുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ കുട്ടികളുടെയും സ്കൂളിൻ്റെയും കാര്യങ്ങൾ, ഉച്ചഭക്ഷണം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിച്ചറിയണ്ടായി. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു വിദ്യാലയത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൊതുവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോലും കേരളത്തിലേതുപോലെ വ്യവസ്ഥാപിതമായിട്ടല്ല നടക്കുന്നത്. വളരെ കുത്തഴിഞ്ഞ രീതിയിൽ ഇടനിലക്കാരായ ആളുകൾ വലിയ തോതിൽ അഴിമതി നടത്താനുള്ള ഒരു കറവപ്പശുവായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളാവേണ്ട കുട്ടികളെയും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും ഒക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ പൊതുവിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കൃത്യമായൊരു തെളിവാണ് താരതമ്യേന മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായ ആസാമിൽ പോലും ഉള്ളത് എന്ന് ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ടീച്ചറോട് ഞങ്ങൾ അവിടുത്തെ ടീച്ചർമാരുടെ ശമ്പളത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. 10,000 രൂപയാണ് ഞങ്ങൾ അക്വിറ്റൻസ് ഒപ്പിട്ട് കൊടുത്ത് വാങ്ങുന്ന സംഖ്യ. പക്ഷേ ഞങ്ങൾക്ക് കയ്യിൽ തരുന്നത് 5,000 രൂപ, പകുതി പൈസയാണ് ഞങ്ങൾക്ക് തരുന്നത്. 10,000 രൂപയ്ക്ക് അക്വിറ്റൻസ് ഒപ്പിട്ട് കൊടുത്താൽ ഒരു മാസം 5,000 രൂപ കയ്യിൽ കിട്ടും. അപ്പോൾ ബാക്കി എവിടെ പോകുന്നു എന്നതിന് ടീച്ചർക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ അത് ഈ ഒരു സംവിധാനത്തിനകത്ത്, അവ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അഴിമതി സംവിധാനത്തിനകത്ത് ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ആളുകളോ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ ടീച്ചർമാരുടെ ശമ്പളം വരെ പകുതി വെട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഉച്ചഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിൽ കാണാം. അടുപ്പ് കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ ക്ലാസ് മുറിയുടെ അവസ്ഥ, ക്ലാസ് മുറിയുടെ തറ, കുട്ടികളിരിക്കുന്ന ബെഞ്ചിൻ്റെ കാല്, ഇതെല്ലാം ശ്രദ്ധിക്കുക. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ, ടീച്ചർമാർക്കും പെൺകുട്ടികൾക്കും ശുചിമുറിയായിട്ട് ഉപയോഗിക്കാനുള്ള, മൂത്രപ്പുരയായിട്ട് ഉപയോഗിക്കാനുള്ള സാധനം, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, കേരള സ്റ്റോറിയൊക്കെ ചമച്ച് നമ്മുടെ കേരളത്തെയൊക്കെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉത്തരേന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളെ പരിഹസിക്കുന്നത് എന്ന് ഓർക്കുകയും ആ ഉത്തരേന്ത്യയിലെ അവസ്ഥ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, അതുപോലെയുള്ള മറ്റു പൊതുരംഗങ്ങൾ, ഈ രംഗങ്ങളൊക്കെയുള്ള അവസ്ഥ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് എത്രമാത്രം പുറകിലാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇവരൊക്കെ കേരളത്തെക്കുറിച്ച് ഇത്രയും മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ മനഃശാസ്ത്രവും അതിൻ്റെ രാഷ്ട്രീയവും എത്ര അപഹാസ്യമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. ഈ സ്കൂളിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കുക. What's your name? Name? नाम क्या? My name is Parvati Basumachari. Huh? My name is Parvati Basumachari. Parvati Basumachari. Parvati Basumachari. तुम्हारा नेम? Torali Bora. Torali Bora. दूसरा
നല്ലത് എല്ലാവർക്കും താങ്ക് യു. ഒരാൾ താങ്ക് യു പറഞ്ഞു. ചോയ്സ് ഉണ്ട്. നമ്മളെ ആൾക്കാരിലാണ്